കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 26ാം വാർഷിക ആഘോഷങ്ങൾക്കായി ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നും നാളെയുമാണ് കാർഗിൽ യുദ്ധ വിജയത്തിൻ്റെ വാർഷിക ആഘോഷ പരിപാടികൾ ദ്രാസിലെ ഈ യുദ്ധ സ്മാരകത്തിൽ നടക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുക എന്നതാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച മലയാളികളായ സൈനികരുടെ കുടുംബാംഗങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ദ്രാസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാർഗിലിലെ ദ്രാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിമോച്ചിൻ വ്യൂ പോയിന്റിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. വൈകിട്ട് സാംസ്കാരിക പരിപാടികളും ഈ ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. നാളെയാണ് രാജ്യം കാർഗിൽ യുദ്ധവിജയ് ദിവസമായി ആഘോഷിക്കുന്നത്. നാളെ ഇവിടെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സ്പോർട്സ് മന്ത്രി മൻസുഖ് മാണ്ഡവിയാണ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയും അതുപോലെ തന്നെ കരസേനാ മേധാവിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കരസേനാ മേധാവി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങും നാളെ നടക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടേത് ഉൾപ്പെടെയുള്ള പ്രദർശനം ഉണ്ടായിരിക്കും എന്നതാണ്. ദ്രാസിൽ അതിനായുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൽ നിർണായകമായ പങ്കുവഹിച്ച ആയുധങ്ങളുടെ പ്രദർശനവും മറ്റുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ ഈ കാർഗിൽ യുദ്ധവിജയ് ദിവസ് ആഘോഷ പരിപാടികൾ പ്രൗഢഗംഭീരമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. അവസാനവട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.